1. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് കേരള ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞ സ്ത്രീകൾക്ക് മാത്രം സഞ്ചരിക്കാൻ ഉള്ള പിങ്ക് ബസ് പദ്ധതിയെ കുറിച്ചാണ്. 2. സ്ത്രീകൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആണ് ഈ പിങ്ക് ബസ് പദ്ധതി സർക്കാർ ആലോചിക്കുന്നത് എന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. 3. നിലവിൽ ബസ്സുകളിൽ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും അസൗകര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയാണ് സ്ത്രീകൾക്ക് മാത്രം അനുവദിച്ച പ്രത്യേക ബസ് സംവിധാനം. 4. പിങ്ക് കളറിൽ ആയിരിക്കും ഈ ബസ്സുകൾ പുറത്തിറക്കുക എന്ന ആശയം മുന്നോട്ടു വെച്ചിരിക്കുന്നത്. അതിലൂടെ സ്ത്രീകൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. 5. സ്കൂൾ കോളേജ് വിദ്യാർത്ഥിനികൾക്കും ജോലി ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കും ഏറെ പ്രയോജനകരമായ പദ്ധതിയാകും ഇത് എന്നാണ് പ്രതീക്ഷ. 6. ആദ്യഘട്ടത്തിൽ നഗര മേഖലകളിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ ഈ പിങ്ക് ബസ്സുകൾ സർവീസ് ആരംഭിക്കാം എന്നാണ് ഗതാഗത വകുപ്പിന്റെ സൂചന. 7. ബസ്സിൽ യാത്ര ചെയ്യാൻ അനുവദിക്കുക സ്ത്രീകൾക്ക് മാത്രം ആയിരിക്കും. പുരുഷന്മാർക്ക് പ്രവേശനം ഉണ്ടാകില്ല എന്ന രീതിയിലാണ് പദ്ധതി രൂപകൽപ്പന. 8. സ്ത്രീ കണ്ടക്ടർമാരെയും സ്ത്രീ ഡ്രൈവർമാരെയും നിയമിക്കാൻ സർക്കാർ പരിഗണിക്കുന്നതായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നു. 9. യാത്രാ സുരക്ഷ വർദ്ധിപ്പിക്കുക സ്ത്രീകൾക്ക് ആത്മവിശ്വാസത്തോടെ യാത്ര ചെയ്യാൻ സാഹചര്യം ഒരുക്കുക എന്നതാണ് പിങ്ക് ബസ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 10. പദ്ധതി നടപ്പിലാകുമ്പോൾ കേരളത്തിലെ സ്ത്രീകൾക്ക് പൊതുഗതാഗത സംവിധാനത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകും എന്ന് വിലയിരുത്തപ്പെടുന്നു. 11. ഈ വിഷയത്തിൽ കൂടുതൽ ഔദ്യോഗിക ഉത്തരവുകളും സർവീസ് വിവരങ്ങളും പുറത്തുവരാനുണ്ട്. അതെല്ലാം വന്നാൽ നാം വിശദമായി നിങ്ങളെ അറിയിക്കും. 12. കാരുണ്യ ഫിനാൻസ് മീഡിയ തുടർന്നുള്ള വീഡിയോകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്.